ഞാൻ നേരത്തെ വെള്ളം ഒഴിക്കാനായിട്ട് വന്നപ്പോൾ വെള്ളം കുറേശ്ശേ വരുന്നുള്ളൂ. ഞാൻ ടാപ്പ് തുറന്ന് വെച്ചിട്ട് അങ്ങ് പോയി, മറന്നുപോയ കാര്യം. കുറച്ച് വെള്ളം വേസ്റ്റായി. ബാക്കി പൂക്കളൊക്കെ താഴെ വീണ് പോയി. അയ്യോ, അതാ പോയി. കുറച്ച് മൊട്ട് നിൽപ്പുണ്ട്, പക്ഷെ അത് അവിടെ നിൽക്കട്ടല്ലേ. ഇതിപ്പം പറിച്ചിട്ട് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാനിതൊന്നും തലയെ വെക്കത്തില്ല, അവിടെ നിൽക്കട്ടെ. ഈ ഒരു വെണ്ടയ്ക്ക ഞാനിങ്ങനെ നിർത്തിയേക്കുക. അപ്പോൾ ഇതിൻ്റെ വിത്ത് എടുക്കാം. കാരണം ഉണ്ടല്ലോ, നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന വിത്ത് എല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലതൊക്കെ നന്നായിട്ട് ഉണ്ടായി വരുള്ളൂ. അപ്പോൾ ഇതിനെ എന്തായാലും ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തക്കാളി ഒന്നും പറിക്കാറായെന്ന് തോന്നുന്നില്ല. ഇതിനകത്തൊക്കെ ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഏതാ ഈ പച്ചരിക്ക. 2 പയർ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകം ഞാൻ പറഞ്ഞ പൊക്ക എടുക്കല്ലേ, കാരണം വിത്തിന് വേണ്ടിയാണ്. പക്ഷെ ആ 2 പയറും പപ്പ പറിച്ചു. വേണ്ട, ആണെങ്കിൽ സ്കൂളിൽ റെമഡിയൽ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നാണ് ഞാൻ ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചോന്ന് അറിയാൻ കയറിയപ്പോൾ വല്ലാതെ ഡ്രൈ ആയിട്ട് നിൽക്കുക. പപ്പ രാവിലെ വെള്ളം ഒഴിച്ചില്ല. ഇപ്പോഴാണ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് രാവിലെ വെള്ളം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് ശരിക്കും ഒന്ന് ഒഴിച്ചേക്കണേന്ന്. അപ്പം അതിൻ്റെ നന്നായിട്ട് അറിയാനും ഉണ്ടായിരുന്നു. ഈ വെള്ളരിയാണെങ്കിൽ എന്നെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എപ്പോഴും ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും, കുഞ്ഞു കുഞ്ഞു വെള്ളരിക്ക ഉണ്ടാകും. പക്ഷേ അതങ്ങ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വാടി അങ്ങ് പോവും. പിന്നെ ദേ ഈ തക്കാളി കണ്ടോ, ഇത് ഞാൻ മേളിൽ നട്ടിരിക്കുന്ന ടൈപ്പല്ല, ഇത് തന്നെ ഉണ്ടായി വന്ന തക്കാളിയാണ്. പക്ഷെ ഇത് കുറച്ച് വലിയ തക്കാളിയാണ്. മേളിൽ നിൽക്കുന്ന ചെറിയ തക്കാളി, ഇത് നീണ്ട തക്കാളി. ഇതാണ്ടോ.